നമസ്കാരം. വളരെ സിമ്പിളായിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ 1 കിലോ 200 ഗ്രാം ഉണ്ട്. കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മീഡിയം സൈസ് പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. വലിയ പീസുകളെക്കാളും മീഡിയം സൈസ് പീസുകളാണ് ഫ്രൈ ചെയ്യാൻ നല്ലത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നും അത് കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുമുള്ള ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. നല്ല കളറ് കിട്ടുന്നതിനും എരിവ് കുറഞ്ഞിരിക്കുന്നതിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഇല്ലെങ്കിൽ പകരം 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്താലും മതി. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാലയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എപ്പോഴും ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്തത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം. 1.5 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് എപ്പോഴും മെഷർമെൻറ്റ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടാൻ ശ്രമിക്കുക. 2 ടേബിൾ സ്പൂൺ വിനെഗർ, വിനാഗിരി. വിനാഗിരി ഇല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഈ ചേർത്ത മസാലകളെല്ലാം എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് പറ്റുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി മസാലയൊക്കെ ചിക്കൻ പീസുകളിൽ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് കുറഞ്ഞത് 3 മണിക്കൂർ നേരമെങ്കിലും അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെയാണ് വയ്ക്കേണ്ടത്. 6 മണിക്കൂർ നേരമെങ്കിലും അങ്ങനെ വയ്ക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഇങ്ങനെ കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഏകദേശം 6 മണിക്കൂർ നേരം ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനോ കടായോ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ചിക്കൻ പീസുകൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാൻ നിറച്ച് ചിക്കൻ പീസുകൾ ഇടരുത്, കുറച്ച് സ്പേസ് ഇട്ട് വേണം ഇടാൻ. ചിക്കൻ പീസുകൾ ഇട്ട് 1 മിനിറ്റ് നേരം കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ചിക്കൻ ഇട്ട് ഉടനെ തന്നെ ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാലയൊക്കെ ഇളകിപ്പോകും. 2 മിനിറ്റിന് ശേഷം ചിക്കൻ പീസുകളൊക്കെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ചിക്കൻ പീസുകളിട്ട് 5-6 മിനിറ്റ് ആയി കഴിയുമ്പോൾ എല്ലാ പീസുകളും ഒന്ന് മറച്ചിടുക. ഏകദേശം ഒരു 12 മിനിറ്റ് കൊണ്ട് ഇത് ആവശ്യത്തിനുള്ള വേവാകും. ഇനി നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 15-16 മിനിറ്റ് നേരം വരെ ഫ്രൈ ചെയ്യുക. വലിയ ചിക്കൻ പീസുകളാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അതുപോലെ ആദ്യത്തെ 1 മിനിറ്റിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇടാം. ഒരു ഫ്ലേവറിനും അതുപോലെ ചിക്കൻ ഫ്രൈ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കറിവേപ്പില ചേർക്കുന്നത്. കറിവേപ്പില ചേർത്ത് 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ പല ബോക്സുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ബോക്സ് വീതം എടുത്ത് തണുപ്പ് പോയതിനു ശേഷം ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും. ഓർക്കുക, 6 മണിക്കൂറിൽ കൂടുതൽ നേരം വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കരുത്, ഫ്രീസറിൽ വയ്ക്കുക. അതുപോലെ ചിക്കൻ ഫ്രൈ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.